ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതെന്തായാലും കണ്ടു കഴിഞ്ഞ് കാണുമല്ലോ നമ്മുടെ ഹുവായി നോവ 3i പിന്നെ Canon Sx തമ്മിലുള്ളൊരു ചെറിയൊരു കമ്പാരിസൺ. DSLR എന്തായാലും DSLR തന്നെ വേണ്ടി വരും. DSLRൻ്റെ പർപ്പസിനെ നമുക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്കും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഒപ്റ്റിക്കൽ ലെൻസും പിന്നെ ഒരു നോർമൽ ലെൻസും തമ്മിൽ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നമ്മളൊരു ഇത് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. സൂം ചെയ്യുന്നതിനും അല്ലാണ്ടുള്ള സംഭവങ്ങൾക്കും പ്രൊഫഷണൽ ക്യാമറ തന്നെ നമുക്ക് വേണം. അതൊരിക്കലും നമുക്ക് ഈ ഒരു ക്യാമറ വെച്ച് പറ്റില്ലെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ ഒക്കെ പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു ക്യാമറയാണ്. എനിക്കിതിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ബാക്കി DSLR ക്യാമറകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഈ റോഡിൻ്റെയൊക്കെയോ അങ്ങനത്തെ ഏതെങ്കിലും നല്ലൊരു ക്വാളിറ്റി മൈക്ക് നമ്മൾ വയ്ക്കേണ്ടി വരും, കാര്യം നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ട്. ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വീഡിയോ പിടിക്കുന്ന ടൈമിൽ ആദ്യത്തെ വീഡിയോ ഞാൻ Canon Sx പിടിച്ചപ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് നോയിസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് എഫക്റ്റീവായിട്ട് ആ നോയിസ് ക്യാൻസലേഷൻ ഫീച്ചർ എന്ന് പറഞ്ഞ സംഭവം അത് നല്ല രീതിയിൽ ഇതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫോണ് Y9 ആയാലും നോവ 3i ആയാലും രണ്ടും നോയിസ് ക്യാൻസലേഷൻ ഫീച്ചറോടുകൂടിയാണ് വരുന്നത്. രണ്ടിൻ്റെയും നല്ല ക്വാളിറ്റി ക്യാമറാസും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു മൊബൈൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബജറ്റിൽ ഒരുവിധം ക്വാളിറ്റി നല്ലൊരു മൊബൈൽ എടുക്കണമെന്നുണ്ടെങ്കിൽ 15 to 20 റേഞ്ചാണ് നിങ്ങളുടെ ബജറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ രണ്ട് ഫോൺ Y9 ബാറ്ററി ബാക്കപ്പും നിങ്ങൾക്കൊരു കൺസേൺ ആണെന്നുണ്ടെങ്കിൽ Y9ലേക്ക് പോവുക. അതല്ല നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള ക്യാമറ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നോവ 3iലേക്ക് വരിക. ഒരു ദിവസത്തിൽ കൂടുതൽ എന്തായാലും ഇത് നിൽക്കും. പിന്നെ നമുക്ക് അതിൻ്റെ ഡ്യൂറബിലിറ്റിയും പിന്നെ അതിൻ്റെ പെർഫോമൻസും ബാറ്ററി ബാക്കപ്പും ഒക്കെ നമ്മൾ കുറേ ആപ്പെല്ലാം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒറ്റ നോട്ടത്തിലും ഒറ്റ ഉപയോഗത്തിലും നമുക്ക് ഇതിനകത്തുനിന്ന് പറയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറ നല്ല ക്വാളിറ്റിയിലാണ്. ഞാനിപ്പോൾ എടുക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നിന്നാണ്, നോവ 3iയുടെ ഫ്രണ്ട് ക്യാമറയിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളിപ്പോൾ നൈറ്റിലാണ് നമ്മളിത് എടുക്കുന്നത്. കാര്യമായിട്ടുള്ള ലൈറ്റിംഗ് കണ്ടീഷൻ ഇവിടെ ഇല്ല. എന്നാൽ പോലും ഇതിന് നല്ല രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് വീഡിയോ തരുന്നത്. എന്നിട്ട് എഫക്റ്റീവായിട്ട് ഇത് നോയിസ് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. മറ്റേത് നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിൽ പോയിട്ടാണ് നോയിസ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാം ഏകദേശം നല്ലൊരു ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഈ മൊബൈൽ തരുന്നത്. അപ്പോൾ ഒരു 20,000-15,000 ബജറ്റിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഈ രണ്ട് ഫോണും നല്ല ക്വാളിറ്റി തന്നെയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ പുതിയൊരു ഗാഡ്ജറ്റും പുതിയൊരു ഡിവൈസും പിന്നെ നെറ്റ്വർക്കിങ്ങും ടെക്നോളജിയുടെയും കുറിച്ചും പഠിത്തവും എല്ലാം ആയിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ടെക്നോളജിയും ഗാഡ്ജറ്റ്സും മാത്രമല്ല, ദുബായ് അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യങ്ങളിൽ നമുക്കൊരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് പഠിക്കേണ്ടത്, അപ്പോൾ അതിനെക്കുറിച്ചും നല്ലൊരു ക്ലാസ്സും കാര്യങ്ങളും പല കാര്യങ്ങളെക്കുറിച്ച് അതിനകത്ത് സ്വിച്ചസ്, റൗട്ടേഴ്സ്, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ചാനൽ എന്തായാലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. See you guys. Till then, bye.